Hi friends, welcome back to Shaniz Cookinglab. ഇന്ന് ഞാനൊരു ഫ്യൂഷൻ ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നത്. നാളെ ഇതൊക്കെയല്ല, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു മുന്നേ ഞാനൊരു ഫ്യൂഷൻ ചീസ് കേക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് ഹൽവ ചീസ് കേക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് ഞാൻ ഗുലാബ് ജാമുൻ ചീസ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. അപ്പം നമ്മൾക്ക് ആദ്യം ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുലാബ് ജാമുൻ മിക്സ് യൂസ് ചെയ്തിട്ടും ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ മിൽക്ക് മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഫൈനലി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളമോ കാര്യമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ മിക്സ് ഇവിടെ നന്നായി കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് റോൾ ചെയ്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ സൈസ് ബിഗ് ആവും. അപ്പോൾ ഗുലാബ് ജാമുനൊക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് കേക്കിൻ്റെ സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം ചീസ് കേക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ അൽക്കർ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മേരി ഗോൾഡ് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 80 grams ഓഫ് മെൽറ്റഡ് ബട്ടർ ചേർത്തെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു സ്പ്രിംഗ് ഫാം പാനിൽ നമുക്ക് നമ്മുടെ ബേസ് ബിസ്ക്കറ്റ് നന്നായി ചേർത്ത് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ചീസ് മിക്സിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. കേക്കിന് ചെയ്യുന്ന പോലെ വിപ്പിംഗ് ക്രീം നന്നായി സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്രീം ചീസും മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസിന് പകരം പനീർ ചേർത്തെടുക്കാവുന്നതാണ്. അന്നേരം നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് സാഫ്രോൺ മിൽക്ക് ചേർത്തെടുക്കാം. എനിക്ക് സാഫ്രോൺ മിൽക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് നമുക്കൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റാക്കി വെച്ച ബിസ്ക്കറ്റ് ബേസിൻ്റെ മേലെ നമുക്ക് ഗുലാബ് ജാമുൻ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഗുലാബ് ജാമുൻ ഞാൻ 10 minutes സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഗുലാബ് ജാമുൻ നല്ല സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് മിക്സ് മുഴുവനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 8 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ ചീസ് കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പിസ്താഷ്യോ പൗഡർ വെച്ചിട്ടും റോസ് പെറ്റൽസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ യമ്മി ഗുലാബ് ജാമുൻ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും തീർച്ചയായും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.